എന്താണ് ഹാർട്ട് അറ്റാക്ക്? ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ടിന്റെ ഇടിപ്പിനെയും ഹാർട്ടിന്റെ പമ്പിങ്ങിനെയും ബാധിക്കുന്നത് മൂലം പേഷ്യന്റ് തൽക്ഷണം തന്നെ മരണത്തിന് കീഴ്പ്പെടാം. അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഹാർട്ടിന്റെ പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയം മൂലം മരണം സംഭവിക്കാം. ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം 2 തരം ചികിത്സകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന്, ഹാർട്ട് അറ്റാക്കിന് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന രക്തക്കുഴൽ കണ്ടുപിടിച്ച് അതിൽ നമുക്ക് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒന്നല്ല. ആൻജിയോഗ്രാം ഒരു ടെസ്റ്റ് മാത്രമാണ്. നമ്മുടെ കയ്യിലെ രക്തക്കുഴലിലൂടെയോ അല്ലെങ്കിൽ കാലിലെ രക്തക്കുഴലിലൂടെയോ ഒരു ട്യൂബ് കടത്തിവിട്ട് ഹാർട്ടിന്റെ രക്തധമനിയിലെത്തി അതിലൂടെ നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡൈ ഉപയോഗിച്ച് എക്സ്റേയുടെ സഹായത്താൽ ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എക്കോകാർഡിയോഗ്രാഫി. എക്കോകാർഡിയോഗ്രാഫി എന്ന് പറയുന്നത് ഒരു സ്കാനിംഗ് മെത്തേഡ് ആണ്. അതിൽ ഹാർട്ടിന്റെ പ്രവർത്തനം നമുക്ക് വീക്ഷിച്ചുകൊണ്ട് ഹാർട്ടിന്റെ ചില മാംസപേശികൾ അനങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാവാം. നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണമോഹൻ, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ, അടൂർ. എന്താണ് ഹാർട്ട് അറ്റാക്ക്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹാർട്ടിന്റെ രക്തധമനികളിൽ ബ്ലോക്ക് വന്ന് അതിൽ രക്തക്കട്ട അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന ജീവന് അപകടം ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക്. ഇതെങ്ങനെ ഉണ്ടാകുന്നു? പ്രായമേറും തോറും അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി അസുഖങ്ങൾ മൂലവും ഹാർട്ടിന്റെ രക്തധമനികളിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു. ഈ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ അടിഞ്ഞ് കൂടി ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ബ്ലോക്ക്. ഈ ബ്ലോക്കുകൾ കാലക്രമേണ വർദ്ധിച്ചു വന്ന് പെട്ടെന്ന് അതിനിടയിലേക്ക് രക്തത്തിൽ ഒരു ക്ലോട്ട് അടിയുമ്പോൾ ഉണ്ടാവുന്ന പൂർണ്ണമായിട്ടും അടഞ്ഞു പോകുന്ന രക്തധമനി കാരണം വരുന്ന പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക്. ഇത് എങ്ങനെ ജീവൻ അപകടം ഉണ്ടാക്കും? ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ടിന്റെ ഇടിപ്പിനെയും ഹാർട്ടിന്റെ പമ്പിങ്ങിനെയും ബാധിക്കുന്നത് മൂലം പേഷ്യന്റ് തൽക്ഷണം തന്നെ മരണത്തിന് കീഴ്പ്പെടാം. അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഹാർട്ടിന്റെ പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയം മൂലം മരണം സംഭവിക്കാം. എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നത്? ഹാർട്ട് അറ്റാക്കിന്റെ ചികിത്സ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹാർട്ട് അറ്റാക്കിനെ ഏറ്റവും പെട്ടെന്ന് ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്തൊക്കെ ടൈപ്പ് ചികിത്സകളാണ് ഹാർട്ട് അറ്റാക്കിനുള്ളത്? ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം 2 തരം ചികിത്സകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന്, ഹാർട്ട് അറ്റാക്കിന് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന രക്തക്കുഴൽ കണ്ടുപിടിച്ച് അതിൽ നമുക്ക് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒന്നല്ല. ആൻജിയോഗ്രാം ഒരു ടെസ്റ്റ് മാത്രമാണ്. നമ്മുടെ കയ്യിലെ രക്തക്കുഴലിലൂടെയോ അല്ലെങ്കിൽ കാലിലെ രക്തക്കുഴലിലൂടെയോ ഒരു ട്യൂബ് കടത്തിവിട്ട് ഹാർട്ടിന്റെ രക്തധമനിയിലെത്തി അതിലൂടെ നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡൈ ഉപയോഗിച്ച് എക്സ്റേയുടെ സഹായത്താൽ ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ, അതായത് ആൻജിയോഗ്രാം ചെയ്യുന്നതിലൂടെ രക്തധമനിയിലുള്ള ബ്ലോക്കുകൾ നമുക്ക് മാറ്റാൻ സ്റ്റെന്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഉപകരിക്കുന്നത്? 10 പേർക്ക് ഹാർട്ട് അറ്റാക്ക് തുടങ്ങി ആദ്യത്തെ 1 മണിക്കൂറിൽ നമ്മൾ ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനാക്കിയാൽ അവർക്ക് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 95%. അപ്പോൾ ഇതിന് വിധേയപ്പെടാത്ത പേഷ്യൻസിന് എന്ത് സംഭവിക്കും? ചില ആശുപത്രികളിൽ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിക്കുന്നത്, അതായത് നെഞ്ചുവേദനയുമായിട്ട് ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ ആദ്യമേ നമ്മൾ എടുക്കുന്നത് ആണ് ECG. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ECG എടുക്കുമ്പോഴാണ് നമ്മൾ മേജർ ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത്തേത് എക്കോകാർഡിയോഗ്രാഫി. എക്കോകാർഡിയോഗ്രാഫി എന്ന് പറയുന്നത് ഒരു സ്കാനിംഗ് മെത്തേഡ് ആണ്. അതിൽ ഹാർട്ടിന്റെ പ്രവർത്തനം നമുക്ക് വീക്ഷിച്ചുകൊണ്ട് ഹാർട്ടിന്റെ ചില മാംസപേശികൾ അനങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാവാം. മൂന്നാമത്തേതാണ് ബ്ലഡ് ടെസ്റ്റ്. അതാണ് ട്രോപ്പോണിൻ ടെസ്റ്റ് എന്ന് പറയും. ഈ ട്രോപ്പോണിൻ ബ്ലഡിൽ കലർന്നു വരുന്നത് ഹാർട്ട് അറ്റാക്കിന്റെ സമയത്താണ്. അല്ലാത്ത സമയം സാധാരണ നെഞ്ചുവേദന ആണെങ്കിൽ ട്രോപ്പോണിൻ പോസിറ്റീവ് ആവുകയില്ല. അപ്പൊ ഈ 3 കണ്ടീഷൻസും വെച്ചിട്ടാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ചികിത്സാ രീതി തീരുമാനിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് രക്തധമനി പൂർണ്ണമായി അടഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. പ്രൈമറി ആൻജിയോഗ്രാം അല്ലെങ്കിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നതാണ് രക്തധമനി പൂർണ്ണമായി അടഞ്ഞു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിന്റെ പേര്. ഇത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ചെയ്യുന്നതാണ് പേഷ്യന്റിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉപകരിക്കുന്നത്. സമയം കൂടുന്തോറും പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ രക്തധമനി അടഞ്ഞിരിക്കുന്നതിനാൽ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കാം. ഇനി രണ്ടാമത്തെ ചികിത്സാ രീതിയാണ് മരുന്ന് കൊണ്ടുള്ള ചികിത്സാ രീതി. ഇത് നമ്മൾ അനുവർത്തിക്കുന്നത് ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അതായത് നമ്മൾ പോകുന്ന ആശുപത്രിയിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആൻജിയോഗ്രാം ചെയ്യേണ്ട സ്ഥലം 2 മണിക്കൂറിൽ കൂടുതൽ ദൂരത്തിലായിരിക്കുക എന്നുള്ള സമയത്ത് നമ്മൾ ഈ ക്ലോട്ടിനെ അലിയിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ് ത്രോംബോളിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്. അതിൽ നമ്മൾ ക്ലോട്ട് അലിയിപ്പിക്കുന്ന ഇഞ്ചക്ഷൻസ് ആണ് കൊടുക്കുന്നത്. അത് ക്ലോട്ടിനെ അലിയിപ്പിക്കും. പക്ഷെ ഇതിന്റെ ബുദ്ധിമുട്ട്
ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ 10 പേർക്ക് ചെയ്താൽ 3 മുതൽ 5 പേർക്ക് മാത്രമേ ഇതിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഈ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഇവർക്കും ആവശ്യം വരും. അതായത് ത്രോംബോളിസിസ് കഴിഞ്ഞ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇവർക്കും ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോഗ്രാം, അത് കഴിഞ്ഞിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി 2 തരത്തിൽ നമുക്ക് ചെയ്യാം. സ്റ്റെന്റ്, അതായത് ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് നമ്മൾ ഈ രക്തധമനിയിലേക്ക് ഒരു വയറിലൂടെ കടത്തിക്കൊണ്ടുപോയി ആ രക്തധമനിയെ വികസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റെന്റ് ഇടാൻ പറ്റാത്ത അവസ്ഥകളിൽ നമ്മൾ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യും. അതായത് സ്റ്റെന്റ് ഇല്ലാതെ ബലൂൺ വെച്ചിട്ട് ആ രക്തക്കുഴലിനെ വികസിപ്പിക്കുക. അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് സ്റ്റെന്റ് ഇടാൻ പറ്റാത്ത രക്തക്കുഴലുകളിലോ അല്ലെങ്കിൽ സ്റ്റെന്റിന്റെ ആവശ്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മളത് ചെയ്യുകയുള്ളൂ. 99% ആൻജിയോപ്ലാസ്റ്റികളും നമ്മൾ സ്റ്റെന്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഉള്ള ട്രീറ്റ്മെന്റ് അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻജിയോപ്ലാസ്റ്റി കഴിയുന്ന എല്ലാ രോഗികളും അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കേണ്ടതാണ്. കൊളസ്ട്രോളിന്റെ മരുന്ന് കാണും, സ്റ്റെന്റിൽ 2ാമത് ബ്ലോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് പമ്പിങ് കുറഞ്ഞവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും നമ്മൾ അതിൽ കൊടുക്കുന്നതായിരിക്കും. ഈ മരുന്നുകളൊക്കെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഡോസുകളിൽ വ്യത്യാസമില്ലാതെ നമ്മൾ കഴിക്കണം. പിന്നെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തേണ്ട വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ചും പുകവലി, മദ്യപാനം, ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ആഹാര രീതിയിൽ നമ്മൾ ക്രമം വരുത്തണം. പച്ചക്കറി കൂടുതൽ കഴിക്കുക, മാംസം കുറയ്ക്കുക. വെള്ളം, ഉപ്പ്, ഈ 2ന്റെയും അളവ് ഹാർട്ടിന്റെ പമ്പിംഗ് അനുസരിച്ചാണ് നമ്മൾ സാധാരണ തീരുമാനിക്കുന്നത്. പിന്നെ എക്സർസൈസ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികളെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ എക്സർസൈസ് വളരെയധികം ഉപകരിക്കും. എക്സർസൈസ് വളരെ ഗ്രാജുവലി ആണ് നമ്മൾ ചെയ്യാറുള്ളത്. എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഒതുങ്ങുന്ന പോലെയുള്ള എക്സർസൈസുകൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു രോഗിക്ക്, നിങ്ങളുടെ ഒരു ബന്ധുവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്ന് ഒരു ആശുപത്രിയിൽ ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനാക്കാനുള്ള സാഹചര്യം, അതിന് സമ്മതം കൊടുക്കുക എന്നുള്ളതാണ് ഓരോരോ ആളുകളുടെ ഉത്തരവാദിത്വം. താങ്ക്